പ്രണാമം മാതാജി. എന്റെ ഒരു സംശയം ഹരേ കൃഷ്ണ. രണ്ടു ദിവസം സംശയം എന്താണ് കണ്ടില്ലല്ലോ മാതാജി? മാതാജി, എന്ത് രണ്ടു ആ, ദിവസം എന്റെ ഒരു കണ്ടില്ലല്ലോ, സുഖല്ലേ? സുഖമായിട്ടിരിക്കുന്നു. എന്റെ ഒരു കണ്ടില്ലല്ലോ രണ്ടു സംശയം ദിവസം. എന്റെ ഒരു സംശയം എന്താന്ന് വെച്ചാല് മാതാജി, നമ്മള് കേട്ടിട്ടുള്ളതാണ്, എനിക്ക് എത്രത്തോളം ശരിയാന്നറിയില്ല. ശ്രീരാമചന്ദ്രന്റെ ജാതകത്തില് എല്ലാ ഗ്രഹങ്ങളും ഉച്ചനാണെന്ന് പറയണില്ലേ? അതെ. അപ്പൊ അങ്ങനെ ഉച്ചനായിട്ടിരുന്നിട്ടും ഭഗവാന്റെ ജന്മം എടുത്തത് ആ ഒരു കാര്യത്തിനാണെങ്കിലും വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ചൂല. അതെ. അതെ. അപ്പൊ ഇവിടെ ഇപ്പൊ മാതാജി പറഞ്ഞത് നീചഭംഗ രാജയോഗം എന്നൊരു ഇതാണല്ലോ പറയണേ. അതെ. അപ്പൊ അങ്ങനെ വരുമ്പോ അതും ഇതും കൂടെ നമ്മൾ എങ്ങനെയാ മാതാജി മനസ്സിലാക്കണ്ടേ? അത് എല്ലാം ഉച്ചത്തില്, ഭഗവാന്റെ ജാതകത്തിലെ എല്ലാ നക്ഷത്രവും ഉച്ചമാണ്. എങ്കിലും ഭഗവാൻ നമ്മളുടെ കാഴ്ചയില്, ദൃഷ്ടിയില് ഭഗവാൻ ബുദ്ധിമുട്ടുന്നത് പോലെ നമുക്ക് തോന്നുന്നേ ഉള്ളൂ. ആക്ച്വലി ഭഗവാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നുവെച്ചാൽ ഭഗവാൻ സ്പിരിച്വൽ ബോഡിയാണ്. ഭഗവാന്റേത് അതൊരു ലീലയാണ്. അതൊരിക്കലും ജീവിതമല്ല. ഭൗതികോലകത്തിലുള്ള ജീവിതം അല്ല അത്. അതൊരു ലീലയാണല്ലോ. അപ്പൊ മര്യാദ പുരുഷോത്തമനായിട്ടാണ് ഭഗവാൻ, മര്യാദ പുരുഷോത്തമനായിട്ടാണ് ശ്രീരാമചന്ദ്രമൂർത്തി അവതാരം ചെയ്യുന്നത്, അല്ലേ? അതെ അതെ. അപ്പോ നമ്മളെ പോലുള്ള മര്യാദ പുരുഷന്മാർ ഈ ഭൗതിക ലോകത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു പാഠമാണ് ശ്രീരാമചന്ദ്രമൂർത്തിയുടെ ജനനോദ്ദേശം, അവതാരോദ്ദേശം, അല്ലേ? അതെ. അതും അല്ല, കൂടിയാണ്. ഞാൻ പറയണത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്കറിയാം ഭഗവാനായിട്ട് ജനിക്കുന്നത് അവരുടെ ഉദ്ദേശം ഇതാണെന്ന് നമ്മൾ അറിയുമ്പോഴും, ഇപ്പൊ രാമായണത്തിലാണെങ്കിലും ഇപ്പൊ ചൈതന്യ ചരിതാമൃതത്തിലാണെങ്കിലും നമ്മൾ ഭഗവാന്റെ ആ ഗ്രഹനിലയ്ക്ക് വേണ്ടി എല്ലാ ഗ്രഹങ്ങളും ഒത്തുചേർന്നു അങ്ങനെ പറയുന്നുണ്ടല്ലോ. അത് അതിന്റെ നല്ല നല്ല പൊസിഷൻസിൽ വന്ന് നിൽക്കണു എന്ന് പറയുന്ന, ശരിക്കും അതിന്റെ ഒരു ഇതാണ് മനസ്സിലാവാത്തത്. ഹരേ കൃഷ്ണ. അത് മാതാജി, ജാതകവശാൽ നീചഭംഗ രാജയോഗം, ഒരു നക്ഷത്രം, ഒരു ഗ്രഹം നീച്ച സ്ഥിതിയിൽ ഇരിക്കുമ്പോൾ ആ നക്ഷത്രം ഏത് ഭാവാധിപനാണോ, ഏത് ഭാവത്തിലാണോ, ഏത് ഭാവത്തെയാണോ നോക്കുന്നേ, ആ നീചഫലങ്ങളെല്ലാം ആ ഭാവത്തിലേക്ക് ഉണ്ടാവും എന്ന് പറയും. ഇത് ഞാൻ മാതാജിക്ക് വേണമെങ്കിൽ പേഴ്സണലായിട്ട് പിന്നെ വേണമെങ്കിൽ ക്ലിയർ ചെയ്യാമെന്ന് തോന്നുന്നു. ആയിക്കോട്ടെ മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഓക്കെ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നമുക്ക് 109 വേറെ എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിലെ എന്തെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് 109 വായന തുടരാം. ഹരിഗോവിന്ദ്. ഹരേഷ യൗതുക പായിലെ യഥാ ഖരേവ ആച്ചിലെ കഥ സബധന വിപ്രതിലദാന യഥ നർത്തക ഗായന ഭട്ട അകിഞ്ചന ജന ധനദിയ കൈലേസ ഭാരമാന. ജഗന്നാഥ മിശ്ര തനിക്ക് സമ്മാനങ്ങളായി ലഭിച്ചതും ഭവനത്തിൽ ഉണ്ടായിരുന്നതുമായ സമ്പത്ത് മുഴുവൻ ബ്രാഹ്മണർക്കും ഗായകർക്കും നർത്തകർക്കും ഭാട്ടന്മാർക്കും പാവപ്പെട്ടവർക്കും വിതരണം ചെയ്തു. അദ്ദേഹം അവർക്ക് ദാനം നൽകി അവരെ ആദരിച്ചു. ശ്രീവാസേരെ ബ്രാഹ്മണി നാമദാണ്ഡമാലിനി ആചാര്യരത്നേരെ പത്നി സംഗേ സിന്ദൂര ഹരിദ്ര തൈല കൈകല നാരികേള ദിയാ പൂജെ നാരിഗണരംഗേ. ശ്രീവാസ് ഠാക്കൂറിന്റെ പത്നി മാലിനി ചന്ദ്രശേഖരാചാര്യന്റെ പത്നിയുടെയും മറ്റു സ്ത്രീകളുടെയും അകമ്പടിയോടെ കുട്ടിയെ ആരാധിക്കാൻ സിന്ദൂരം, മഞ്ഞൾ, എണ്ണ, മലർ, വാഴപ്പഴം, നാളികേരം തുടങ്ങിയവയുമായി അവിടെ വന്നു. ഭാവാർത്ഥം പ്രഭുപാദ് ജയ്. സിന്ദൂരം, ഖൈ അതായത് മലർ, വാഴപ്പഴം, നാളികേരം, മഞ്ഞൾ ചേർത്ത എണ്ണ ഇവയെല്ലാം അത്തരമൊരു ചടങ്ങിന് മംഗളകരമായ സമ്മാനങ്ങളാണ്. പൊരി പോലെ നെല്ലിൽ നിന്നുണ്ടാക്കുന്ന മറ്റൊരു വിഭവമാണ് ഖൈ അഥവാ മലർ. ഇതിനോടൊപ്പം വാഴപ്പഴം ചേർത്താൽ അത് വളരെ മംഗളകരമായ ഒരു സമ്മാനമായി കരുതപ്പെടുന്നു. അതുപോലെ മഞ്ഞളും കുങ്കുമവും ചേർത്ത് എണ്ണ കൊണ്ട് മംഗളകരമായ ഒരു ലേപനം തയ്യാറാക്കുന്നു. ഇത് നവജാത ശിശുവിന്റെ ശരീരത്തിൽ പുരട്ടുന്നു.
വിവാഹിതനാകാൻ പോകുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിലും ഇത് പുരട്ടാറുണ്ട്. ഇവയെല്ലാം കുടുംബവിശേഷങ്ങളിലുള്ള മംഗളപ്രവർത്തികളാണ്. 500 വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ ജനനസമയത്തും ഈ ആചാരങ്ങളെല്ലാം അയവില്ലാതെ അനുഷ്ഠിച്ചിരുന്നതായി നാം കാണുന്നു. പക്ഷേ ഇന്ന് ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ വളരെ കഷ്ടിച്ചേ കാണാനുള്ളൂ. ഇന്ന് സാധാരണയായി ഒരു ഗർഭിണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. കുട്ടി ജനിച്ചാലുടൻ അതിനെ ഏതെങ്കിലും അണുനാശിനി കൊണ്ട് കഴുകുന്നതോടെ എല്ലാം കഴിഞ്ഞു. ശ്ലോകം 111. അദ്വൈതാചാര്യ ഭാര്യ ജഗത് പൂജിത ആര്യ നാമതാൻ സീത ഠാക്കുറാണി ആചാര്യരെ ആജ്ഞാപാന ഗലെ ഉപഹാരലയ ദേഖിതേ ബാലക ശിരോമണി. ചൈതന്യ മഹാപ്രഭു ജനിച്ച് കുറച്ചു നാൾക്കുള്ളിൽ അദ്വൈതാചാര്യന്റെ പത്നിയും ലോകസമാരാധ്യനുമായ സീതാദേവി ഭർത്താവിന്റെ അനുവാദം വാങ്ങി നാനാവിധത്തിലുള്ള ഉപഹാരങ്ങളുമായി ലോകോത്തരനായ ആ ശിശുവിനെ ദർശിക്കാൻ പുറപ്പെട്ടു. ഭാവാർത്ഥം പ്രഭുപാദിച്ച്. അദ്വൈതാചാര്യന് ശാന്തിപുരത്തും നവദ്വീപിലുമായി 2 ഭവനങ്ങൾ ഉണ്ടായിരുന്നതായി കാണുന്നു. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു ജനിക്കുമ്പോൾ അദ്വൈതാചാര്യൻ താമസിച്ചിരുന്നത് നവദ്വീപിലല്ല, മറിച്ച് ശാന്തിപുരത്തെ ഭവനത്തിലായിരുന്നു. അതിനാൽ മുമ്പ് വിശദീകരിച്ചതുപോലെ, അതായത് ശ്ലോകം 99, അദ്വൈതാചാര്യന്റെ ശാന്തിപുരത്തുള്ള പഴയ പിതൃഭവനത്തിൽ നിന്നാണ് നവജാത ശിശുവിനെ കാണാൻ സമ്മാനങ്ങളുമായി സീത ഠാക്കുറാണി വന്നത്. 112. സുവർണരെ ഖടി ബൗലി രജമുദ്ര പാശുലി സുവർണരെ അംഗദ കങ്കണ ദുബാഹുദേ ദിവ്യ ശംഖ രജതേരെ മലഭംഗ സ്വർണമുദ്രരെ നാനാഹാരഗണ. അവൾ കൈവളകളും തോൾവളകളും പാദസരങ്ങളും കണ്ഠാഭരണങ്ങളും ഉൾപ്പെടെ വിവിധ തരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുവന്നു. ശ്ലോകം 113. വ്യാഘ്രനഖ ഹേമജഡി കടിപട്ട സൂത്രഢോരി അസ്തപദേരേയത ആഭരണ ചിത്രവർണ്ണ പട്ടസാടി ഭുനിഹ ഫോതോ പട്ടപാടി സ്വർണരൗപ്യ മുദ്ര ബഹുധന. അവയോടൊപ്പം സ്വർണത്തിലുള്ള പുലിനഖങ്ങളും പട്ടുകൊണ്ടുള്ള അരപ്പട്ടകളും കൈകാലുകളിൽ അണിയാനുള്ള ആഭരണങ്ങളും മനോഹരമായി നെയ്ത പട്ടുസാരികളും കുഞ്ഞുടുപ്പുകളും അവയിലുണ്ടായിരുന്നു. സ്വർണം, വെള്ളി ഇവ കൊണ്ടുള്ള നാണയങ്ങളും ഉൾപ്പെടെ മറ്റനേകം വിലപിടിപ്പുള്ള വസ്തുക്കളും കുട്ടിക്ക് സമ്മാനിച്ചു. ഭാവാർത്ഥം ജസ്ല പ്രഭുപാദ് കി ജയ്. സീതാ ഠാക്കുറാണി സമ്മാനിച്ച ഉപഹാരങ്ങളിൽ നിന്ന് അദ്വൈതാചാര്യൻ ആ സമയത്ത് വലിയൊരു ധനികനായിരുന്നതായി മനസ്സിലാക്കാം. ബ്രാഹ്മണർ സമൂഹത്തിലെ സമ്പന്നരല്ലെങ്കിലും അദ്വൈതാചാര്യൻ ശാന്തിപുരത്തെ ബ്രാഹ്മണരുടെ നായകൻ എന്ന നിലയിൽ താരതമ്യേന സമ്പന്നനായിരുന്നു. അതുകൊണ്ട് ശിശുവായിരുന്ന ചൈതന്യ മഹാപ്രഭുവിന് അവിടുന്ന് ധാരാളം ആഭരണങ്ങൾ സമ്മാനിച്ചു. പക്ഷേ അദ്വൈതാചാര്യൻ 300 രൂപയുടെ കടത്തിലാണെന്ന് കാണിച്ച് കമലാകാന്ത വിശ്വാസൻ ജഗന്നാഥ് പുരിയുടെ രാജാവായ പ്രതാപരുദ്രനോട് അത്രയും പണത്തിന് വേണ്ടി അഭ്യർത്ഥന നടത്തുകയുണ്ടായി. ഇത് ആദിലീലയിൽ 12:32 പറഞ്ഞിട്ടുണ്ട്. ധാരാളം വിലപ്പെട്ട ആഭരണങ്ങളും സാരികളും മറ്റു സമ്മാനിച്ച ഒരു ധനികന് 300 രൂപയുടെ കടം തിരിച്ചു നൽകാൻ കഴിയാത്ത ബുദ്ധിമുട്ടിലായിരുന്നു. അതുകൊണ്ട് അന്ന് രൂപയുടെ മൂല്യം ഇന്നത്തേക്കാൾ പല 1000 ഇരട്ടിയായിരുന്നെന്ന് ഊഹിക്കാം. ഇന്ന് ആർക്കും 300 രൂപയുടെ ഒരു കടം വീട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ ഒരു സാധാരണ മനുഷ്യന് തന്റെ സുഹൃത്തിന്റെ പുത്രന് സമ്മാനിക്കാൻ ഇത്രയും വിലപ്പെട്ട സമ്മാനങ്ങൾ സ്വരൂപിക്കാനും ഇന്ന് വിഷമമാണ്. അന്നത്തെ 300 രൂപയുടെ മൂല്യം ഏറെക്കുറെ ഇന്നത്തെ 30,000 രൂപയുടേതിന് തുല്യമായിരുന്നിരിക്കണം. ശ്ലോകം 114. ദുർവാ ധാന്യ ഗോരോജന ഹരിദ്ര കുങ്കുമ ചന്ദന
മംഗളദ്രവ്യപാത്ര ഭാരീയ വസ്ത്രഗുപ്ത ദോലാച്ചടി സങ്കലന ദാസി ചെടി വസ്ത്രാലങ്കാര പേടാരി ഭരീയ. സീതാ ഠാക്കുറാണി ദാസിമാരുടെ അകമ്പടിയോടെ കറുകപ്പുല്ല്, നെല്ല്, ഗോരോചനം, മഞ്ഞൾ, കുങ്കുമം, ചന്ദനം തുടങ്ങിയ മംഗളവസ്തുക്കളുമായി വസ്ത്രങ്ങളാൽ ആച്ഛാദിതമായ പല്ലക്കിൽ ജഗന്നാഥ മിശ്രയുടെ ഭവനത്തിലേക്ക് വന്നു. ഈ സമ്മാനങ്ങളെല്ലാം ഒരു വലിയ കുടയിലാണ് നിറച്ചിരുന്നത്. ഭാവാർത്ഥം ജിഷ്ണ പ്രഭുപാദ് കി ജയ്. ഈ ശ്ലോകത്തിലെ വസ്ത്രഗുപ്ത ദോല എന്നീ വാക്കുകൾ വളരെ പ്രസക്തമാണ്. 50-60 വർഷങ്ങൾക്ക് മുമ്പ് പോലെ കൽക്കത്തയിൽ ബഹുമാന്യകളായ സ്ത്രീകൾ സമീപത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ 4 പുരുഷന്മാർ ചേർന്ന് വഹിക്കുന്ന ഒരു പല്ലക്കിലാണ് സവാരി ചെയ്തിരുന്നത്. പല്ലക്ക് മൃദുലമായ വസ്ത്രത്താൽ മറയ്ക്കുമായിരുന്നു. അതിനാൽ ബഹുമാന്യയായ സ്ത്രീ പൊതുസ്ഥലത്തുകൂടി സഞ്ചരിക്കുന്നത് ആരുടെയും ദൃഷ്ടിയിൽ പെടുമായിരുന്നില്ല. സ്ത്രീകൾ, പ്രത്യേകിച്ചും ബഹുമാന്യ കുടുംബങ്ങളിൽ നിന്നുള്ളവർ, സാധാരണ പുരുഷന്മാരുടെ ദൃഷ്ടിയിൽ പെട്ടുകൂടായിരുന്നു. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും ഈ സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട്. അസൂര്യപശ്യ എന്ന സംസ്കൃത വാക്ക് ബഹുമാന്യയായ ഒരു സ്ത്രീ സൂര്യനാൽ പോലും കാണപ്പെടരുതെന്ന് സൂചിപ്പിക്കുന്നു. പൗരസ്ത്യ സംസ്കാരത്തിൽ ഈ സമ്പ്രദായം പ്രബലമായിരുന്നു. ബഹുമാന്യങ്ങളായ സ്ത്രീകൾ, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇത് കർശനമായി പാലിച്ചിരുന്നു. ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഞങ്ങളുടെ മാതാവ് അടുത്ത വീട്ടിലേക്ക് ഒരു ചടങ്ങിന് ക്ഷണിക്കപ്പെട്ടാൽ പോലും നടന്നു പോകുമായിരുന്നില്ല. ഏതെങ്കിലും വാഹനത്തിലോ പല്ലക്കിലോ മാത്രമേ പോവുകയുള്ളൂ. ഇത് ഞങ്ങൾ കണ്ടറിഞ്ഞ അനുഭവമാണ്. ഈ സമ്പ്രദായം 500 വർഷങ്ങൾക്ക് മുമ്പ് പിന്തുടർന്നിരുന്നു. അതുകൊണ്ട് അദ്വൈതാചാര്യന്റെ പത്നി ബഹുമാന്യയായ ഒരു വനിതയായിരുന്നതിനാൽ അദ്ദേഹം അന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിലെ സാമ്പ്രദായിക നിയമങ്ങൾ പാലിച്ചു. ശ്ലോകം 115. ഭക്ഷ്യഭോജ്യ ഉപഹാര സങ്കലൈല ബഹുഭാര ശച്ചിഗ്രഹേ ഹൈല ഉപനീത ദേഖിയ ബാലകഠാമ സാക്ഷാത് ഗോകുലകാന വർണ്ണമാത്ര ദേഖി വിപരീത. വിവർത്തനം. ബഹുവിധ ഭക്ഷണ പദാർത്ഥങ്ങളും വസ്ത്രങ്ങളും മറ്റ് സമ്മാനങ്ങളുമായി സച്ചിദേവിയുടെ ഗൃഹത്തിലേക്ക് വന്ന സീതാ ഠാക്കുറാണി നവജാത ശിശുവിനെ കണ്ടപ്പോൾ വിസ്മയിച്ചുപോയി. കാരണം ആ കുട്ടി വർണ്ണത്തിലൊഴിച്ചാൽ മറ്റെല്ലാറ്റിലും ഗോകുലത്തിലെ സാക്ഷാത് കൃഷ്ണൻ തന്നെയാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഭാവാർത്ഥം ജയ്ശ്രീ പ്രഭുപാദ് കി ജയ്. തോളിൽ വയ്ക്കുന്ന ഒരു ദണ്ഡിന്റെ രണ്ടറ്റങ്ങളിലും സമതുലിതാവസ്ഥയിൽ നിൽക്കുന്ന ഒരു ജോഡി വലിയ കുടകളെ പേടാരി എന്ന് പറയുന്നു. അത്തരം എന്തോ കൂടകളെയാണ്. വലിയ കുടകളെ വലിയ കുടകളെ പേടാരി എന്ന് പറയുന്നു. അത്തരം ഭാരം വഹിക്കുന്ന ഒരാളെ ഭാരി എന്ന് വിളിക്കുന്നു. ഈ വിധത്തിൽ ഭാരം വഹിക്കുന്ന സമ്പ്രദായം ഭാരതത്തിലും മറ്റു പല പൗരസ്ത്യ രാജ്യങ്ങളിലും ഇപ്പോഴും നിലവിലുണ്ട്. ഇന്തോനേഷ്യയിൽ ജക്കാർത്തയിൽ പോലും ഞങ്ങൾ ഈയിടെ അത് കാണുകയുണ്ടായി. ശ്ലോകം. എന്തെങ്കിലും ഇതുവരെ വായിച്ചില്ല ആർക്കെങ്കിലും എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു നോക്കാം. അപ്പൊ 109 115 വരെ വായിച്ചില്ല. ആരെങ്കിലും എന്തെങ്കിലും പിക്ക് ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും? അല്ലെങ്കിൽ പ്രഭു ഗോപാൽ പ്രഭു കേൾക്കുന്നുണ്ടാവാം. പ്രഭു, ഇടയ്ക്ക് ഒരു കാര്യം, ഒരു 300 രൂപയുടെ വാല്യൂ പറഞ്ഞിരുന്നല്ലോ. ഇത് എഴുതുന്ന സമയത്താണ് ഈ 30,000 രൂപ. ഇപ്പോഴേ ഏതാണ്ട് 3 കോടിക്ക് മേല് വരും അന്നത്തെ 300. അതെ, 30,000 എഴുതുന്നത് ഇതിന്റെ സമയത്താണ് അല്ലെ? പ്രഭാതത്തിൽ ഇത് എഴുതുന്ന സമയത്ത്. അതെ, ഇപ്പൊ അത് പറഞ്ഞ പോലെ. അതെ, തീർച്ചയായും ഞാൻ നോട്ട് ചെയ്തിരുന്നു. അത് ശരിയാ.
ഹരേ കൃഷ്ണ പ്രഭു. അതുപോലെ വേറൊരു നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിലെടുത്ത് പറഞ്ഞേക്കുന്ന ഒരു കാര്യം, അന്ന് പൈസക്ക് രൂപയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അല്ലേ? ആ പക്ഷെ സാധനങ്ങൾ എല്ലാവരുടെയും കയ്യില് അതെ ഇന്ന് അതെ സാധനങ്ങളില്ല, പൈസ ഉണ്ട്. അതൊരു വലിയൊരു വ്യത്യാസം അതെ. തന്നെയാണ് അല്ലേ? അത് മാത്രമല്ല സാധനങ്ങൾ അന്ന് പ്യുവർ സാധനങ്ങളും പ്യുവർ സാധനം. ഉണ്ടായിരുന്നു അതെ അതെ അല്ലെ. അതെ. ഇന്ന് പൈസ ഉണ്ട്, പക്ഷെ നമുക്ക് എത്ര പൈസ പ്യുവർ ഉണ്ടെങ്കിലും ആയിട്ടുള്ളത്. അതെ, പ്യുവർ അത് ആയിട്ടുള്ളത് ഞാനിത് കിട്ടാൻ. വായിച്ചപ്പോ അത് ആലോചിച്ചത്. ഇപ്പൊ കീടനാശിനി കൊണ്ടാണ് കുട്ടിയെ വൃത്തിയാക്കണേന്ന് പറയണു. പക്ഷെ അതെ. നമുക്ക് എവിടെയാ നല്ല സാധനം കിട്ടണേ? നല്ല ഗോരോചനോ അങ്ങനെയൊന്നും കിട്ടൂലല്ലോ. അപ്പൊ പിന്നെ കുട്ടികൾക്ക് നമ്മൾ വേറെ വഴിയില്ല. അല്ല അത് മാത്രമല്ല, ഇങ്ങനെയുള്ള ഇതിൽ ആ ഒരു പരമ്പരാഗത സിസ്റ്റം തന്നെ പോയില്ലേ. എന്ന് അതെ വെച്ചാൽ എല്ലാം ഇപ്പൊ മോഡേൺ, ഇപ്പൊ പറഞ്ഞ ഇതിൽ പറഞ്ഞ പ്രഭാത് അത് കൃത്യമായിട്ടാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എല്ലാം ശരിക്കും. ഒരു വാക്ക് തന്നെ ഇല്ലേ, അതോടെ കഴിഞ്ഞു എന്നുള്ള മട്ടില് ആ പർപ്പറ്റ് പറയുന്നത് തന്നെ. എല്ലാ വീട്ടിലും പച്ചമഞ്ഞൾ വെച്ച് പിടിപ്പിക്കുന്നു. അന്ന് അല്ല പണ്ടത്തെ അപ്പൊ ഇവിടെ പറയുന്ന പ്രഭാതത്തിൽ കുട്ടി ജനിച്ചാലും അതിനെ ഏതെങ്കിലും അണുനാശിനി കൊണ്ട് കഴിയുന്നതോടെ എല്ലാം കഴിഞ്ഞു എന്നാണ് പ്രഭാതത്തിൽ അതെ ശരിക്കും. അതെ അതെ. അതായത് എല്ലാ അർത്ഥത്തിലുമാണ് അത് പറഞ്ഞിരിക്കുന്നത്. കാരണം പണ്ടൊക്കെ എന്തൊരു ഓർമ്മയില്ല. ഇപ്പൊ ഊർമിള മാതാജിക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഓർമ്മയില് കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ വായില് വയമ്പുണ്ട് അങ്ങനെ ഉം. കൊടുക്കും. തേൻ കൊടുക്കും, എന്തോ അങ്ങനെ ഒരു ഇത് ചെയ്യും. ജനിച്ച ഉടനെ വയമ്പ് ഉണ്ടെങ്ങാണ്ട് നാട്ടിൽ തേക്കുക, അങ്ങനെയുണ്ട്. അതെ. അതിന് ബ്രഹ്മി അത്തിച്ചിത്തിര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിന് അടുത്ത ബ്രഹ്മി ഇല്ലേ മാതാജി? ബ്രഹ്മി കൊടുക്കില്ലേ കുട്ടി അതെ ജനിച്ച അതെ. ഉടനെ? ഇപ്പൊ നാക്കില് അതൊന്നും തൊടാൻ തേക്കും, പാടില്ലേ. നാക്കില് തേക്കും. അതായത് വിക്കലോ കൊഞ്ഞയായിട്ടുള്ള സംസാരമോ ഒന്നും വരാതിരിക്കാൻ അക്ഷരത്തെളിവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണത്. ഇപ്പൊ ബ്രഹ്മിയില്ല കിട്ടാൻ. പിന്നെ അഥവാ നമ്മൾ മോഡേൺ ചെയ്താൽ മെഡിസിനിൽ തന്നെ ബ്രഹ്മി കൊടുക്കാൻ പാടില്ല എന്ന് എടുത്തു പറയുന്നു അവര്. അതെ എടുത്തു അതെ. കൊടുക്കാൻ പാടില്ല എന്ന് പിന്നെ പറഞ്ഞു. ആണ് മോതിരം വെച്ചിട്ട് പറയണ്ടല്ലേ. എഴുത്തിനിരുത്തുമ്പോ മാത്രമല്ല, അതിന് മുമ്പ് മോതിരം സ്വർണം കൊണ്ട് ആദ്യം നാക്കില് തേക്കും. അതെ. അതെ അതെ. കേട്ടിട്ടുണ്ട്. 28-ന് പേരുമണി കെട്ടണ ആ 28 വരെ വയമ്പിൽ അരച്ചിട്ട് സ്വർണം ചേർത്ത് കൊടുക്കില്ലേ? അതൊന്നും ഇപ്പൊ എന്താ വയമ്പില് സ്വർണം അടിച്ചു സ്വർണം കയറ്റും. അടിച്ചിട്ട്. അതെ. കാലത്ത് അത് അരച്ച് കൊടുക്കും. അതെ അങ്ങനെ 28ാമത്തെ ദിവസം കൊടുക്കുമായിരുന്നല്ലോ പേര്. അതെ അല്ല, വെറുതെ ഒരു സ്പോട്ട് നാക്കുമ്പോ തേച്ചു കൊടുക്കും. എല്ലാം ഉണ്ടാവും അതിൽ. ഇരട്ടി മധുരം, വയമ്പ്, ആ കടുക്ക, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് അരച്ചാണ്ട് കുട്ടിക്ക് വയറിനൊന്നും ഒരു എന്താണ് ഇതൊന്നും ഉണ്ടാവില്ല, ബുദ്ധിമുട്ടുകള്. പക്ഷെ ഇപ്പൊ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോഴത്തെ മെഡിസിൻസ് കൊടുക്കണോണ്ട് കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ ഒരു ആരോഗ്യവും കുറവാണ് അല്ലെ. പക്ഷെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ഇപ്പോഴും കൊടുക്കുന്നുണ്ട്. അതെ, അറിയണവര് കൊടുക്കുന്നുണ്ട് പ്രഭു. പക്ഷെ ഈ ഇപ്പോഴത്തെ മോഡേൺ കുട്ടികൾക്ക് അതിനെ പറ്റിയുള്ള ഇവൻ പറയുന്നത് ഇപ്പൊ പറയുന്നത് 1 വയസ്സ് വരെ പാലിന്റെ ഒരു ഉൽപ്പന്നവും കൊടുക്കാൻ പാടില്ല എന്നാ പറയണത്. പശുവും പാലിന്റെ അറിയിക്കില്ല. അതിലെ പണ്ട് കൺമഷി ഇടുന്ന നിർബന്ധമാണ്. ഇപ്പൊ കൺമഷി തൊടാനേ പാടില്ല എന്നാ പറയുന്നത്. അത് കൺമഷി ആണെങ്കിലും നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഓക്കെയാ. ഇപ്പൊ വാങ്ങിക്കുന്നത് എന്താന്ന് നമുക്ക് മനസ്സിലാവില്ലല്ലോ കെമിക്കല്. പണ്ട് അതുണ്ടാക്കാൻ വലിയ മരോട്ടി ഗുരു ആട്ടിയ എണ്ണ എടുത്തിട്ടായിരുന്നു ഇത് ഉണ്ടാക്കുന്നത്. അത് അതുകൊണ്ടാണ്. ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ആൾക്കാരും മെനക്കെടാനും താല്പര്യമില്ല, മേടിക്കും. അതുകൊണ്ട് വേണ്ട. അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. പണ്ട് സ്വന്തം മറ്റേ തയ്യാറാക്കുകയായിരുന്നു ഈ സാധനങ്ങളെല്ലാം. എണ്ണ തയ്യാറാക്കും, അതുപോലെ മരോട്ടി ഗുരുവിന്റെ ഇത് ആട്ടിയത് വീട്ടിൽ തയ്യാറാക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള എണ്ണകൾക്ക് ഈ പറയുന്ന അശുദ്ധിയില്ല, അല്ലെങ്കിൽ മായമില്ല. അതുകൊണ്ടാണ് മായം കൊടുക്കാൻ പാടില്ല എന്ന് പറയണത്. അതുകൊണ്ടായിരിക്കാം. തന്നെയല്ല, കുട്ടികൾക്ക് ചോറ് അടവലമിട്ട് ചട്ടുകം കൊണ്ട് അമർത്തി നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കി തൈര് കൂട്ടിയാണ് കൊടുക്കുക. ഇപ്പൊ ഡോക്ടേഴ്സ് പറയണത് ഒരു പാലുൽപ്പന്നവും കൊടുക്കാൻ പാടില്ല ഒരു വയസ്സ് കഴിയുന്നവരെ. വേറൊരു കാര്യമുണ്ട് പ്രഭു പരേഷ്ണ. ഈ പശുവിന്റെ പാല് നമ്മളിപ്പോഴും ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പറയും, ഈ പശുവിന്റെ തീറ്റ ഉണ്ടല്ലോ ഇപ്പോ, ആ തീറ്റയുടെ ഇത് മാറിയത് കൊണ്ട് അവര് മാക്സിമം പാല് കിട്ടാൻ എന്തെല്ലാമാണ് കൊടുക്കുന്നതെന്നുള്ള, അതായത് ഈ കാലിത്തീറ്റകളിൽ പല ഇത് മാറിയിട്ടുണ്ട്. അപ്പോ അതുകൊണ്ട് അത് ഭയങ്കരമായിട്ട് ഇതിനെ പാലില് അതിന്റെ ഇമ്പാക്ട് ഉണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഈ അടുത്തായിട്ട് അങ്ങനെ പറയുന്നു. പഴയ കാലത്ത് നാടൻ പശു ഉള്ളൂ. നാടൻ നാടൻ പുല്ല്. പശുവിനാണെങ്കിലും ആടിനാണെങ്കിലും പ്രതിരോധം ഉണ്ടായിരുന്നു പാലിന്. അതെ. ഇന്നത്തെ സാധനങ്ങൾക്ക് അതില്ല. ഇന്നത്തെ പശുവൊക്കെ എന്ന് പറഞ്ഞാൽ ആ സൈസ് പശുക്കളല്ല. അതുപോലെ അല്ല പ്രഭു, ആടാണെങ്കിലും അതുപോലത്തെ അല്ല.
പശു വന്നിട്ട് പ്ലാസ്റ്റിക്കിന്റെ ഇതുവരെ കഴിക്കുന്നുണ്ട്. റോട്ടിലൊക്കെ നിറയെ ഇത് കഴിയുമ്പോ അതൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ കഴിക്കുമ്പോ എത്രയായാലും ആ പാലിന്റെ ഗുണം കുറയുമല്ലോ. ഹോർമോൺ കൊടുക്കുന്നുണ്ട്, ഇഞ്ചക്ട് ആ ചെയ്യുന്നുണ്ട്. അതുണ്ട്. അതെ അതുണ്ട് അതെ അതുണ്ട് ഹോർമോൺ ഉണ്ട്. പിന്നെ ഈ കാലിത്തീറ്റ റെഡിമെയ്ഡ് കാലിത്തീറ്റ കൊടുക്കുന്നുണ്ടല്ലോ മാതാജി, അതിനകത്തും എന്താന്ന്, കാരണം മാക്സിമം ചൂഷണമാണല്ലോ ഉദ്ദേശിക്കുന്നത്, പശുവിനെ ചൂഷണം ചെയ്യാം ശരി. അപ്പൊ അതിലെന്തൊക്കെയാണ് അങ്ങോട്ട് കേറുന്ന ഹോർമോണും പലതും ഉണ്ടാവും. ശരിയാ. പ്രഭുപാദ പക്ഷെ വളരെ മുന്നിലേക്ക് കണ്ടു തന്നെ എഴുതിയല്ലേ. അന്ന് ഇത്ര അതെ ഒന്നും മായ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അതെ. പിന്നെ ഇതിലൊരു കാര്യം പറഞ്ഞിരിക്കുന്നതാണ്, സ്ത്രീകൾ സഞ്ചരിക്കുന്നത് പല്ലക്കിൽ ചെറിയ ദൂരം പോലും അവര് അസൂര്യ ഭാഷ പശ്യ അതെ അസൂര്യ പശ്യ. സൂര്യൻ പോലും കാണണ്ട എന്നുള്ള മട്ടിലാണ് റെസ്പെക്ട് കൊടുത്തിരുന്നു എന്നുള്ള ഒരു ഇതും കൂടിയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ പ്രഭു, പണ്ട് തമ്പുരാക്കന്മാരും അതുപോലെയുള്ള ആൾക്കാരൊക്കെ പോയിരുന്നൊക്കെ വളരെ പല്ലക്കില് ഹരേ കൃഷ്ണ. പ്രഭു. ഞാൻ ഇത് കേട്ടപ്പോ ഒരു കാര്യം ആലോചിക്കായിരുന്നു. ഈ പണ്ട് അന്തർജനം എന്നുള്ള പേരുണ്ടല്ലോ, അത് തന്നെ അതാണല്ലോ. അന്തർജനം എന്ന് വെച്ചാൽ അകത്തിരിക്കുന്നവർ എന്നുള്ളൊരു പേരാണ്. എൻ്റെ ഒരു സാൻസ്ക്രിറ്റ് ടീച്ചർ ഉണ്ടായിരുന്നു, ഒരു സംസ്കൃതം പഠിപ്പിക്കുന്ന ടീച്ചർ, സുഭദ്ര അന്തർജനം എന്ന് പറഞ്ഞിട്ട്. രാധാന്തർജനം. അപ്പോൾ ശരിക്ക് ഒരു എന്താ പറയാ, പേര് കൊണ്ട് മാത്രമല്ല സ്വഭാവം കൊണ്ടും ആ ഒരു ഭയങ്കര ഒരു എന്താണ് പറയാ പവിത്രത ഉള്ള വ്യക്തിത്വങ്ങളായിരിക്കും. അങ്ങനെ ആവേണ്ടവരാണ്. അങ്ങനെ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു പ്രാവശ്യം ഹിസ് ഓണേഴ്സ് ഭക്തി വികാസ് മഹാരാജ് അറിയായിരിക്കുമല്ലോ. ഭക്തി വികാസ് മഹാരാജ് ഒരു പ്രാവശ്യം അല്ല ഭക്തി വികാസ് സ്വാമി അല്ല ഭക്തി വികാസ് അല്ല, ട്രിവാൻഡ്രത്ത് ഒരു അവരുടെ ഡിസൈപ്പിൾസ് ഒരുപാട് ഒരു വളരെ തിന്നായിട്ടുള്ള ഒരു മഹാരാജില്ല. മഹാരാജിന്റെ ഡിസൈപ്പിൾസ് പല സ്ഥലങ്ങളിലും ഉണ്ട്. സോ ലോകം മുഴുവനുണ്ട് മഹാരാജിന്റെ ഡിസൈപ്പിൾസ്. സോ മഹാരാജ് ഒരു പ്രാവശ്യം ചെന്നൈയില് കാറിൽ പോവായിരുന്നു. അപ്പൊ ആ കാറില് ബാക്കിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു സിഗ്നൽ ഉണ്ട്, തിരുവാൺമിയൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു വലിയ ട്രാഫിക് ജംഗ്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ ഒരു രാത്രി 8-8:30 ആയിട്ടുണ്ടാവും. ഭയങ്കര ട്രാഫിക്കും വണ്ടിയും പുകയും ഹോണടിയും ഒക്കെ. അപ്പൊ അതില് ഈ അവിടെ ട്രാഫിക് പോലീസ് ഐലൻഡ് ഉണ്ടാവുമല്ലോ നടുക്ക്, അവിടെ ഒരു സ്ത്രീ ആയിരുന്നു. അവര് ഈ സ്റ്റോപ്പും കൈ കാണിക്കലും അങ്ങോട്ട് പോയി ഇങ്ങോട്ട് നിൽക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു. മഹാരാജ് കണ്ടിട്ട് വളരെ ദുഃഖിച്ചു. എന്നിട്ട് പറഞ്ഞു അവര് സുഖമായിട്ട് വീട്ടിൽ ഇരുന്ന് എന്താണ് കുട്ടികൾക്ക് ആഹാരമൊക്കെ വെച്ച് കൊടുത്ത് സമാധാനമായിട്ട് ഹരികഥ കേൾക്കേണ്ട അങ്ങനെ ഒരു ജീവിതമാണ് അവർക്ക് വേണ്ടിയിരുന്നത്. പക്ഷെ നിർഭാഗ്യം ഈ പറയുന്ന കാർബൺ മോണോക്സൈഡും ഈ പൊല്യൂഷനും ഇതൊക്കെ ശബ്ദവും മലിനീകരണവും ഒക്കെ കൊണ്ട് ഒരു ജീവിതം പോറ്റാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് മഹാരാജ് പറഞ്ഞ ആ ഒരു രംഗം മനസ്സിൽ പെട്ടെന്ന് വരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. സിഗ്നൽ ട്രാഫിക് സിഗ്നലിലെല്ലാം ഒരു സ്ത്രീകളാണ്. അല്ല, ആരും നിൽക്കരുത് അവിടെ, സത്യം പറഞ്ഞാല്. കാര്യം അത്രയും അവിടെ നിൽക്കുന്നവർക്ക് ശ്വാസകോശവും എല്ലാം അടിച്ചു കിട്ടും. എന്ത് ചെയ്യാനാണ് മാറ്റം. ചില പ്രഭുപാദ പറയും, ഇതാണോ ഒരു എന്താ കേട്ടില്ല പ്രഭു. ഇതാണോ ഒരു പുരോഗമനമെന്ന് ചില പ്രഭുപാദ എപ്പോഴും പറയും. ഇതൊക്കെ ഇതാണ് ഒരു പുരോഗമനം. നമ്മുടെ പുരോഗതി ഇതാണോ എന്ന് കേൾക്കും. ഭക്തി വികാസ് അല്ല, ഒരു പ്രാവശ്യം ഭക്തി വിഗ്യാൻ ഗോസ്വാമി മഹാരാജോട് വന്നിരുന്നു. അപ്പോൾ മഹാരാജും പറഞ്ഞു, പണ്ട് ലണ്ടനിലൊക്കെ ഈ കുതിര വണ്ടികളായിരുന്നു. കുതിര വഹിച്ചുകൊണ്ടുപോകുന്ന സ്റ്റേജ് കാരിയേഴ്സ് എന്ന് പറയും, കുതിര കൊണ്ടുപോകുന്നത്. അപ്പോഴാണ് ഇവർ മോട്ടോർ കാർ കണ്ടുപിടിച്ചത്, അതിന്റെ എഞ്ചിനൊക്കെ കണ്ടുപിടിച്ച്. പിന്നെ ആദ്യമൊക്കെ നീരാവിയിൽ പോകുന്ന മോട്ടോർ കാറായിരുന്നു. അപ്പൊ അത് കണ്ടുപിടിച്ച സമയത്ത് അവര് സമൂഹത്തിന്റെ പുരോഗതിയാണ്, പ്രോഗ്രസ് ആണെന്ന് പറഞ്ഞിട്ട് അവര് പരക്കെ
പരസ്യം ചെയ്തത് ഇങ്ങനെയാണ്: ഈ ഇനി മുതൽ ലണ്ടൻ നഗരത്തിന്റെ തെരുവുകളിൽ കുതിരച്ചാണകം വാരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഉം. റൈറ്റ്? കാര്യം ഇനി കുതിരകൾ ആവശ്യമില്ല, ഇനിയൊക്കെ വാഹനങ്ങളാണെന്ന് പറഞ്ഞിട്ടൊരു പുരോഗതി എന്ന് പറയും. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ട്രാഫിക് ഉള്ള, അതായത് 10 കിലോമീറ്റർ പോകാൻ എത്ര സമയം എടുക്കും എന്ന് പറഞ്ഞ ഒരു കണക്ക് വെച്ചിട്ടാണ് ഒരു ട്രാഫിക്കിന്റെ എന്താ പറയാ നിലവാരം വിലയിരുത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള, ട്രാഫിക് അധികമുള്ള 10 നഗരങ്ങളിൽ ഒന്ന് ലണ്ടനാണ്. ഉം. ഉം. ഇന്ത്യയിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ, ബോംബെ, ബാംഗ്ലൂർ, ബോംബെ അത്രയില്ല, ബാംഗ്ലൂർ, കൊൽക്കത്ത, പിന്നെ ഡൽഹി, ഡൽഹി. ഈ 3 നഗരങ്ങളാണ് ടോപ്പിൽ നിൽക്കുന്നത്. കൊച്ചി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്ത ശ്ലോകം. വേറെ ആരെങ്കിലും വായിക്കണം? ഞാൻ വായിക്കണം. ഞാൻ വായിക്കില്ല പ്രഭു. എനിക്ക് സംശയം എന്താ വെച്ചാൽ എന്റെ ഇവിടുത്തെ ഇന്റർനെറ്റിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. വായിച്ചിട്ട് കേൾക്കണില്ലെങ്കിൽ പറയൂട്ടോ പ്രഭു, ഞാൻ നിർത്താം. ആ, ഹരേ കൃഷ്ണ. 115 അല്ലേ? 115 കഴിഞ്ഞു. ആ, 116. ശിലപ്രഭാതി. സർവ അംഗ സുനിർമാണ സുനിർമാണ സുവർണ പ്രതിമാ ഭാന സർവ അംഗ സുലക്ഷണമായ ബാലകേര ദിവ്യ ജ്യോതി ദേഖി പായില ബഹുപ്രീതി വാത്സല്യതേ ദ്രവില ഹൃദയ. ഹരേ കൃഷ്ണ. കേൾക്കണ്ടാവും? ആ, ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ട്. വിവർത്തനം. കുട്ടിയുടെ ദിവ്യമായ ശാരീരിക തേജസ്സും ഓരോ അവയവവും മനോഹരമായി നിർമ്മിക്കപ്പെട്ട മംഗള അടയാളങ്ങൾ നിറഞ്ഞൊരു സ്വർണ പ്രതിമയ്ക്ക് സദൃശമായ രൂപവും കണ്ട സീതാ ഠാക്കുറാണി അത്യന്തം സംതൃപ്തയായി. മാതൃവാത്സ്യത്താൽ തന്റെ ഹൃദയം ഉരുകുന്നത് പോലെ അവൾക്ക് തോന്നി. ശ്ലോകം 117. ദുർവാദാന്യദില ശീർഷേ കൈല ബഹു ആശീഷേ ചിരജീവി ഹവോദുയിബായി ഡാഗിനി ശങ്കിനി ഹേദേ ശങ്ക ഉപജില ചിതേ ഡരേ നാമധുയില നിമായി. വിവർത്തനം. നിനക്ക് ദീർഘായുസുണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നവജാത ശിശുവിന്റെ ശിരസിൽ കറുകയും നെല്ലും വച്ച് അനുഗ്രഹിച്ചു. എന്നാൽ പ്രേതങ്ങളെയും പിശാചുക്കളെയും ഭയന്ന അവൾ കുട്ടിക്ക് നിമായി എന്ന നാമം നൽകി. ഭാവാർത്ഥം. ശിലപ്രഭാതിക്ക്. പ്രേത ജന്മങ്ങളായതിനാൽ അമംഗളകാരികളായി കരുതപ്പെടുന്ന ഡാകിനിയും ശാങ്കിനിയും പരമശിവന്റെയും പത്നിയുടെയും സഹചാരികളാണ്. അത്തരം അമംഗളകാരികളായ ജന്തുക്കൾക്ക് ഒരു വേപ്പുമരത്തിന് സമീപം പോകാനാവില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്തായാലും വേപ്പ് ഒരു വലിയ അണുനാശിനിയാണെന്ന് വൈദ്യശാസ്ത്രപരമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. വീടായാൽ മുന്നിൽ ഒരു വേപ്പുമരം എന്നത് പണ്ടുകാലത്ത് നിർബന്ധമായിരുന്നു. ഭാരതത്തിലെ വലിയ വീതിയേറിയ പാതകളിൽ, പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ, 100,000-കണക്കിന് നിമവൃക്ഷങ്ങളുണ്ട്. വേപ്പുമരം അത്രയ്ക്ക് അണുനാശിനി ആയതിനാൽ ആയുർവേദ ശാസ്ത്രം അത് കുഷ്ഠരോഗ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. വൈദ്യശാസ്ത്രജ്ഞന്മാർ വേപ്പുമരത്തിന്റെ ഓജസ്സുള്ള സത്ത പിഴിഞ്ഞെടുക്കുന്നു. ആ സത്തയെ മാർഗോസിക് ആസിഡ് എന്ന് വിളിക്കുന്നു. വേപ്പ് വിവിധ ആവശ്യങ്ങൾക്ക്, പ്രത്യേകിച്ച് പല്ല് തേക്കുന്നതിന് ഉപയോഗിക്കാറുണ്ട്. ഭാരതീയ ഗ്രാമങ്ങളിലെ 90% ജനങ്ങളും വേപ്പ് വൃക്ഷത്തിന്റെ തണ്ടുകളാണ് ഇതിന് ഉപയോഗിച്ചിരുന്നത്. വേപ്പുമരത്തിന് എല്ലാവിധ അണുനാശന ഫലങ്ങളും ഉള്ളതിനാലും ചൈതന്യ ഭഗവാൻ ജനിച്ചത് നിമ വൃക്ഷത്തിന്റെ ചുവട്ടിലായതിനാലും സീതാ ഠാക്കുറാണി ഭഗവാന് നിമായി എന്ന നാമം നൽകി. പിന്നീട് യൗവനത്തിൽ അവിടുന്ന് നിമായി പണ്ഡിതൻ എന്ന് പ്രശസ്തനായി. അവിടുത്തെ യഥാർത്ഥ നാമം വിശ്വംഭരൻ എന്നായിരുന്നെങ്കിലും അയൽ ഗ്രാമക്കാർ ആ പേരിലാണ് അവിടുത്തെ വിളിച്ചത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ചർച്ച ചെയ്യണ്ടേ? ഹരേ കൃഷ്ണ. ചർച്ച ചെയ്യണം ബ്രോ. നിമായി. ഇതുപോലെ. ഹരേ ഹരേകൃഷ്ണ പ്രഭു ഒരു BBT തിരുത്ത് അവൾ എന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ, സീതാ ഠാക്കൂറിന്?
ഞാനത് ഇപ്പൊ പറയാനിരിക്കുകയായിരുന്നു. സീതാ ഠാക്കുറാണി വളരെ മുതിർന്നൊരു വ്യക്തിത്വം ആയതുകൊണ്ട് എല്ലായിടത്തും അവർന്ന് മാറ്റണം. ഉം. ഞാനിത് ജസ്റ്റ് നോട്ട് ചെയ്തതാണ് ഇതേ കാര്യം. അവർ എന്ന് മാറ്റണം. അതുപോലെ 486 പേജിന്റെ ഭാവാർത്ഥത്തില് ഒരു തെറ്റുണ്ട്. 56. ധാരാളം വിലപ്പെട്ട ആഭരണങ്ങളും സാരികളും മറ്റും സമ്മാനിച്ച ഉം. ഒരു ധനികൻ എന്ന് വേണം അല്ലെ. 300 രൂപയുടെ കടം തിരിച്ചു നൽകാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായിരുന്നു. അല്ലെങ്കിൽ ഒരു ധനികന് 300 രൂപയുടെ കടം തിരിച്ചു നൽകാൻ കഴിയാതെ കഴിയാത്ത ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് ഇങ്ങനെ വരുമ്പോ ആ ഒരു സെന്റൻസ് തെറ്റ് തോന്നുന്നില്ലേ? കഴിയാതെ ബുദ്ധിമുട്ടിലായിരുന്നു എന്നാണ് ഉത്തരം. അല്ലെ? 300 രൂപയുടെ തിരിച്ചങ്ങനെ കഴിയാതെ കഴിയാതെ ബുദ്ധിമുട്ടിലായിരുന്നു. അല്ല, സെന്റൻസ് മുഴുവൻ വായിച്ചു നോക്കൂ. ഹരേഷ പ്രഭു ആ പ്രഭു ധനികൻ പറഞ്ഞത് ശരിയാ എന്നാക്കിയാൽ പ്രഭു. കറക്റ്റ്. കഴിയാത്ത ധനികൻ ഒന്നേൽ എന്ന് പറഞ്ഞാൽ മതി, കഴിയാത്ത അപ്പൊ ശരിയാവും. ബുദ്ധിമുട്ടിലായിരുന്നു എന്ന് എഴുതിയാലും മതി, അതെ. അല്ലെങ്കിൽ ധനികൻ മാറ്റിയാലും മതി, ധനികൻ എന്നാക്കിയാൽ മതി, അപ്പൊ ശരിയാവും. ആക്കിയാലും മതി. അതെന്താ ആരും കണ്ടുപിടിക്കാത്ത? ശരിയാ. Correct. ഇത് തെറ്റ് തിരുത്താനുള്ള യോഗ്യതയൊന്നും നമുക്ക് അങ്ങനെ കരുതുന്നു. നമ്മള് വായിക്കുമ്പോ ശ്രദ്ധിച്ച് വായിക്കണം. ശരിയാ. ശ്രദ്ധയില്ലാത്ത പ്രഭു അങ്ങനെ വന്നു. നമുക്ക് വായിച്ചു പോവാം, അത് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എങ്ങനെ വായിച്ചു പോവാം, പെട്ടെന്ന് തീർക്കാം. പക്ഷെ അതുകൊണ്ട് റൈറ്റ്, അത് ധനികന് വേണ്ടേ? ധനികൻ തന്നെ വേണം. യെസ്. അല്ലെങ്കിൽ ധനികന് എന്ന് വന്നു കഴിഞ്ഞാൽ 300 രൂപയുടെ കടം തിരിച്ചു നൽകാൻ കഴിയാത്ത ബുദ്ധിമുട്ടായിരുന്നു എന്നാണെങ്കിൽ എഴുതാം. പക്ഷെ അവിടെ ഒരു കോമ ഇട്ടാ പോരെ? കോമ ഇടരുത്. അത് സെന്റൻസ് സുഖമില്ല പ്രഭു. ആ ധനികൻ തന്നെ മതി എന്ന് തോന്നുന്നു. അതാണ് കുറച്ചുകൂടി സ്യൂട്ടായിട്ട് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒന്നുകൂടെ മാറ്റിയാണെങ്കിൽ ധനികൻ 300 രൂപയുടെ കടം തിരിച്ചു നൽകാൻ കഴിയാത്ത വിധം ബുദ്ധിമുട്ടിലായിരുന്നു എന്ന് എഴുതിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. കഴിയാത്ത വിധം ബുദ്ധിമുട്ടിലായിരുന്നു. അപ്പൊ ഞാൻ കരുതി, അതായത് ധാരാളം വിലപ്പെട്ട ആഭരണങ്ങളും സാരികളും മറ്റും സമ്മാനിച്ച ഒരു ധനികന് 300 രൂപയുടെ കടം തിരിച്ചു നൽകാൻ കഴിയാത്ത. പെട്ടെന്ന് വായിച്ചപ്പോ തോന്നിയില്ലേ ഇപ്പൊ പ്രഭു പറയും? കേൾക്കുന്നില്ല. അല്ല, പ്രഭു പറഞ്ഞപ്പോഴാണ് അത് ശ്രദ്ധിച്ചേന്ന് പറയാ. അത് നമ്മള് വായിച്ചു പോകുമ്പോ ശ്രദ്ധിക്കാതെ തന്നെ പോകുന്നോണ്ടാണ്. നമ്മള് വായിച്ചു വിടുകയാണ്. അതാണ് ശരിക്കും ഓരോ സെന്റൻസും നമ്മളൊന്ന് സ്ലോയില് തന്നെ പോകേണ്ടി വരും. പിന്നെ ഇവിടെ പറയുന്നത് പോലെ എല്ലായിടത്തും സീതാ ഠാക്കുറാണി എന്ന് പറയുമ്പോൾ അവൾ എന്ന് പറയരുത്, അവർ എന്ന് പറയണം. കുറെ സ്ഥലത്ത് മാറ്റാനുണ്ടത്. കോണ്ടെക്സ്റ്റ് കണ്ട് നമ്മൾ പറയണം. നിമായി കൊച്ചു കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിനക്ക് ദീർഘായുസ് ഉണ്ടാകട്ടെ എന്ന് സീതാ ഠാക്കുറാണി അനുഗ്രഹിക്കുന്നത് ഉചിതമാണ്. പിന്നെ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പിന്നെയും പറയുന്നുണ്ട്. അതാണ് പറഞ്ഞത്. അവർ എന്നാക്കണം. അവർ നവജാത ശിശുവിൻ ശിരസിൽ കറുകയും നെല്ലും വെച്ച് അനുഗ്രഹിച്ചു. എന്നാൽ പ്രേതങ്ങളെയും പിശാചുക്കളെയും ഭയന്ന അവർ കുട്ടിക്ക് സോ ഇവിടെ പറയുന്നല്ലേ, പ്രേതങ്ങളും അമംഗളകാരികളായി കരുതപ്പെടുന്ന ഡാക്കിനി, ശാങ്കിനി, പരമശിവന്റെയും പത്നിയുടെയും
സഹചാരികളാണ്. അത്തരം അമംഗളകാരികളായ ജന്തുക്കൾക്ക് ഒരു വേപ്പ് മരത്തിന് സമീപം പോകാനാവില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഉം. സോ അതുപോലെ തന്നെ നമുക്ക് പറയാം, കലിയുഗത്തില് ഇതുപോലെ പൈശാചികമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഉം. അതിന് നിമായി പണ്ഡിതന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രസ്ഥാനത്തിനടുത്തേക്ക് വരാൻ സാധിക്കില്ല. ഉം. അവിടെ വേപ്പ് മരം നിൽപ്പുണ്ട്. വേപ്പിന്റെ താഴെ ജനിച്ചതായോണ്ട് ആ അതാ അതുകൊണ്ടാണോ അല്ലേ? അതുകൊണ്ടല്ല, ആ ആ അതുകൊണ്ടല്ല, ശരി. അതുകൊണ്ടല്ല. ഈ വേപ്പ് മരത്തിന് ശക്തി കൊടുക്കുന്ന ആരാണ്? ഭഗവാൻ നിമായി. നേരെ തിരിച്ചല്ല. ഇവിടെ സാധാരണ വേപ്പ് മരം കാരണം സാധാരണ ജനങ്ങൾ രക്ഷിക്കപ്പെടും. പക്ഷെ ഉം. ഇവിടെ വേപ്പ് മരത്തിന് ആ ഒരു ശക്തി കൊടുക്കുന്നത് നിമായാണ്. അതുപോലെ പറയുന്നത്, നമ്മളൊക്കെ ആഭരണങ്ങൾ ഇടുമ്പോൾ നമുക്ക് സൗന്ദര്യം കൂടുന്നാണ് വയ്പ്. ഉം. പക്ഷേ ഭഗവാൻ ആഭരണം ഇടുന്ന സമയത്ത് ആഭരണത്തിന് സൗന്ദര്യം കൂടും സൗന്ദര്യമുണ്ട്. ആണ് പറയുന്നത്. ആ, സോ വീടായാൽ മുന്നിൽ ഒരു വേപ്പ് മരം ഉണ്ടായിരിക്കണം എന്നത് പണ്ട് കാലത്ത് നിർബന്ധമായിരുന്നു. കേരളത്തിൽ അത്ര വേപ്പ് കാണാറില്ല അല്ലെ? പാലക്കാട് സൈഡിൽ കാണാറുണ്ട്. പ്രഭു നമ്മളിവിടെ വെക്കാത്ത എന്താന്ന് വെച്ചാൽ ഈ ശുദ്ധം പോരാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ, പെൺകുട്ടികളൊക്കെ ഉള്ള കേൾക്കും. വീട്ടില് പ്രത്യേകിച്ച് ഇങ്ങനെ വേപ്പുമരം അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. വീടുകളിൽ വീടിന്റെ വെക്കില്ല കാരണം എന്താ പ്രഭു? തമിഴ്നാട്ടിൽ ഒരുപാട് കണ്ടിട്ടുണ്ട്. തമിഴ്നാട്ടിൽ എവിടെ നോക്കിയാലും ഉണ്ടാവും എല്ലാ വേപ്പുമരം. വീട്ടിലും ഈ ഉണ്ടാവും. എല്ലാ വീട്ടിലും ഉണ്ട്. എല്ലായിടത്തും ഉണ്ട്. ഈവൻ ഫ്ലാറ്റുകളാണെങ്കിൽ കൂടെ അവിടെ ഒരു വേപ്പുമരം ഉണ്ടാവും. ഏറ്റവും കൂടുതലുള്ള ഗൾഫിലാണ്. ഭയങ്കര വെപ്പ് വരാം. ആ അതെ ഗൾഫിൽ അതെ. എല്ലായിടത്തും വേപ്പ. എല്ലായിടത്തും റോഡ് സൈഡിലും വീടുകളിലും ഒക്കെ വെപ്പ് വരാം. മുഴുവൻ വേപ്പ് മരം. അത് ശരി. ഞാൻ അങ്ങനെ കേട്ടുള്ളത്. കാരണം ഈ അമ്മൻ ഇതൊക്കെ തുള്ള വേപ്പിന്റെ ഇത് വെച്ചിട്ടല്ല. അപ്പൊ നമ്മള് വേപ്പ് വയ്ക്കുകയാണെങ്കിൽ നല്ല ശുദ്ധത്തോടുകൂടെ ശുദ്ധമായ സ്ഥലത്ത് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ഹരേ കൃഷ്ണ. അവർ റോഡിൽ മരം വെച്ച് പിടിപ്പിക്കുന്ന വേപ്പാണ്. റോഡ് വീട്ടിലും വീടുകളുടെ ചുറ്റിലുള്ളതെല്ലാം വേപ്പ മെജോറിറ്റി. വേപ്പ് കാണണമെങ്കിൽ ഗുരുവായൂർ വന്നോളൂ. ആ. ആ നമ്മുടെ വീടിന്റെ മുൻപിലുണ്ട്. ഇസ്കോൺ ഗുരുവായൂരിന്റെ ഫ്രണ്ടിലുണ്ട് വേപ്പ് മരം. നമ്മുടെയൊക്കെ ഓക്കെ. വീടിന്റെ മുമ്പിലുണ്ട്. പൊതുവേ ആൽമരം അല്ലേ നല്ലതെന്ന് പറഞ്ഞു കേൾക്കാറ്. ആൽമരത്തിനാണ് ആ ഒരു ഓക്സിജൻ നിറയെ തരാനുള്ള ഇത്. പണ്ട് നമ്മളുടെ അമ്പലങ്ങളിലൊക്കെ ആൽവൃക്ഷം ഉണ്ടാവും. കാലത്ത് 7 മണിക്ക് മുമ്പ് പോയി പ്രദക്ഷിണം വെക്കണം എന്ന് പറയും. ആൽമരത്തിൽ പ്രശ്നം ചെയ്യണമുണ്ട്. അതെ, വീട്ടിൽ വെക്കും. ആൽമരത്തിന് പ്രാധാന്യം ആൽമരം വീട്ടിൽ വെക്കുമോ പ്രഭു? അത് വീട്ടിൽ ഓക്സിജൻ വെക്കും. അതെ, അത് ആൽമരം കൂർത്ത ഇലയുണ്ട്. ആൽമരത്തിന്റെ ഇല. അത് സയന്റിഫിക് ആയിട്ടുണ്ട്. അല്ലാണ്ട് അമ്പലങ്ങളില് കല്യാണമുണ്ട്. ആൽമരവും ഇതും വെച്ചിട്ട് കല്യാണം, ആൽമരം വിവാഹമുണ്ട്. ആ ആൽമരവും അതാ വേപ്പുമരവും കൂടെ. വേപ്പാന്ന് തോന്നുന്നു, എനിക്കത് ശരിക്കും അറിയില്ല. ഞാൻ കേട്ടിട്ടുണ്ട് ആൽമരം. ഞങ്ങൾ ഒരു വേപ്പാണ് വേപ്പിന് പ്രദക്ഷിണം നല്ലതാണ്. വെക്കാം. തമിഴ്നാട്ടിലൊക്കെ ചെയ്യാറുണ്ട്. ആൽമരം വീട്ടിൽ വെക്കുമോ മാതാജി? ആൽമരം റോഡിലായിരിക്കും, റോഡ് സൈഡില് വേപ്പിലൂടെ ചേർന്ന് നിൽക്കുന്നിടത്ത്. വീടുകളിൽ അങ്ങനെ വെച്ച് കണ്ടിട്ടില്ല. ഇവിടെ അമ്പലങ്ങളില് ഒരു കുളം ഉണ്ടാവും. അവിടെ ഒരു അവിടെ ആൽവൃക്ഷം ഉണ്ടാവും. അതിന്റെ എല്ലാ താഴെ അമ്പലത്തിലും ഗണപതിയോ ഒരു സർപ്പമോ ഒക്കെ ഉണ്ടാവും. അത് കുട്ടികളില്ലാത്തവർക്ക് ആൽമരം പ്രദക്ഷിണം വെച്ചാല് കുട്ടികൾ ഉണ്ടാവുന്ന പണ്ട് പറയാറുണ്ട്. ആൽമര വൃക്ഷം പ്രദക്ഷിണം വെക്കണം എന്ന് കേട്ടിട്ടുണ്ട് പണ്ട്. അമ്മൂമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനൊക്കെ ഒരുപാട് കുഞ്ഞിൽ അവര് പ്രദക്ഷിണം വെക്കുമ്പോൾ ഞാനും കൂടെ വെച്ച് എനിക്ക് ആ ഒരു ഇതുണ്ട്. അതിനൊരു ശ്ലോകം പറയല്ലോ മാതാജി, മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ കൃഷ്ണരൂപണേ അതും ആ പറഞ്ഞു. വൃക്ഷത്തിനൊരു ശ്ലോകമുണ്ട്. അതെ ഭഗതി. ഹരേ കൃഷ്ണ ഗോപാൽ പ്രഭു. എനിക്ക് വായിച്ചപ്പോ തോന്നിയതാണ്. അന്ന് തന്നെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. 452 പേജിലേ. ഹരേ കൃഷ്ണ. അല്ല, സംശയമല്ല പ്രഭു. അവിടെ ആ പത്രത്തിലെ വിശ്വരൂപൻ മഹാപ്രഭുവിന്റെ മൂത്ത സഹോദരനായിരുന്നു. വിശ്വരൂപിനെ വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ നടന്നപ്പോൾ അവിടുന്ന് സന്യാസം സ്വീകരിച്ചു. അപ്പൊ എനിക്കത് അവിടുന്ന് എന്റെ മനസ്സിൽ തോന്നിയതാണ്, അദ്ദേഹം എന്നുള്ളതായിരിക്കില്ലേ കുറച്ചുകൂടെ നല്ലത് എന്ന് തോന്നി. കാരണം അവിടുന്ന് എന്ന് പറയുമ്പോ പെട്ടെന്ന് എന്താ പറയാ, നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച്
ചിന്തിക്കുമല്ലോ എന്നുള്ള ഒരു ഇത് തോന്നിയതാട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പ്രഭു. ഏതാണ് പേജ് നമ്പർ? പേജ് നമ്പർ 452 ആ ശ്ലോകം 74 ഭാവാർത്ഥത്തില് വിശ്വരൂപനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, മഹാപ്രഭുവിന്റെ ചേട്ടനെ കുറിച്ച്. അപ്പൊ അവിടുന്ന് സന്യാസം സ്വീകരിക്കുക എന്നുള്ളതിൽ കുറച്ചും കൂടെ അദ്ദേഹം എന്ന് പറയുമ്പോ കുറച്ചും കൂടെ ഒരു ഇതായിട്ട് തോന്നില്ലേ എന്നൊരു തോന്നില്ല എനിക്ക് അപ്പൊ തന്നെ അവിടെന്നല്ലേ ഉള്ളത്. കൂടിയത് അല്ലേ? അവിടുന്ന് പറയണേല് നല്ലതേ അദ്ദേഹം എന്ന് പറഞ്ഞാല് ആരെ കുറിച്ച്? വിശ്വരൂപൻ. ആരാണ് വിശ്വരൂപൻ വിശ്വരൂപൻ? ഭഗവാന്റെ ബ്രദർ ആ അല്ലേ? ഭഗവാന്റെ ബ്രദർ. ഓക്കെ. ഉം. വിശ്വരൂപൻ ജീവതത്വമാണോ വിഷ്ണു തത്വമാണോ? വിഷ്ണു തത്വം. അപ്പൊ ഓ, നമ്മൾ അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞല്ലേ? അവിടുന്ന് വരാം. ഓക്കെ. അതുകൊണ്ടാണ്, അല്ലാണ്ട് വിഷ്ണു ജീവ തത്വത്തിനെല്ലാം അവിടുന്ന് യൂസ് ചെയ്യണമെന്ന് അവിടുന്ന് യൂസ് ചെയ്യണം. യൂസ് ഓക്കെ ചെയ്യാൻ പ്രഭു, താങ്ക് യു പറഞ്ഞു. പ്രഭു. ഈവൻ ഞാനത് അദ്വൈതാചാര്യർക്ക് നമ്മൾ അവിടുന്ന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് ആ യു ഒരു പ്രഭു. ക്ലാസിഫിക്കേഷൻ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ അങ്ങനെ BBTയിൽ തീരുമാനിച്ചാണ്. ഓക്കെ ഓക്കെ, നന്നായി. അതെന്റെ ഒരു സംശയം അങ്ങനെ മാറി കിട്ടി. താങ്ക് യു പ്രഭു. Great. വൈദ്യശാസ്ത്രജ്ഞന്മാർ വേപ്പുമരത്തിന്റെ ഓജസ്സുള്ള, പ്രഭുപാദ് അതിനെ മാർഗോസിക് ആസിഡ് എന്ന് എഴുതിയിട്ടുണ്ട്. പ്രഭുപാദ് പണ്ടൊരു കെമിക്കൽ കമ്പനിയിലായിരുന്നു. സോ ആ ഒരു ഇത് പെട്ടെന്ന് ഓർമ്മ വന്നു. പ്രഭുപാദിന് കെമിക്കൽസ് ഒക്കെ അറിയാം. പ്രഭുപാദ് ഓരോ കെമിക്കൽ ഫോമുലയും അതിന്റെ കോമ്പിനേഷൻസിനെ കുറിച്ചും ഒക്കെ പ്രഭുപാദിന്റെ ഒരു ഫീൽഡ് ഓഫ് വർക്ക് ആയിരുന്നു. അതുകൊണ്ട് പ്രഭുപാദ് അത് മാർഗോസിക് ആസിഡ് എന്നെഴുതും. മാർഗോ സോപ്പ് ഇപ്പോഴും മാർഗോ സോപ്പ് ഇപ്പോഴും ഉണ്ട്. മാർഗോസ എന്നാണ് അതിന്റെ ബൊട്ടാണിക്കൽ നെയിം. മാർഗോസ ഇൻഡിക്ക, അങ്ങനെയാണ് ഇതിന്റെ വേപ്പുമരത്തിന്റെ പേര്. എന്തായാലും ചൈതന്യ മഹാപ്രഭുവിന് ഈ ഒരു ദുഷ്ടശക്തികളെ മാറ്റി നിർത്താനും എല്ലാ വേണ്ടാത്തതിനൊക്കെ ദൂരെ നിർത്താനും ഉള്ള ഒരു, പ്രത്യേകിച്ച് കലിയുഗത്തില് ഒരു ശക്തി ചൈതന്യ മഹാപ്രഭുവിനുണ്ട്. റൈറ്റ്? മീൻസ് ചൈതന്യ മഹാപ്രഭുവിന് എപ്പോഴും ശക്തിയുണ്ട്, പക്ഷെ ഇതില് കലി കഥഞ്ജന സ്മൃതേസ്മിൻ ഓർമ്മ വന്നു. അടുത്ത ചാപ്റ്ററിന്റെ ഫസ്റ്റ് ശ്ലോകം ഒന്ന് നോക്കാമോ? അടുത്ത ചാപ്റ്ററിന്റെ 1-ാമത്തെ ശ്ലോകം. ഒന്നാമത്തെ ശ്ലോകം. കഥഞ്ജന സ്മൃതേ ഇസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതേ വിപരീതം സ്യാത് ശ്രീ ചൈതന്യം നമാമിതം. അവിടെ വരുമ്പോ വായിക്കാം. ഓക്കെ. സോ സമയമുണ്ടോ? വായിക്കണോ? എങ്ങനെയാണ്? ഒരു കാര്യമുണ്ട് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വായിക്കുന്ന അതേ ഡിവോട്ടീസ് വീണ്ടും വീണ്ടും വായിക്കുന്നത് സന്തോഷമുള്ള കാര്യം തന്നെ. മറ്റാരും മുന്നോട്ട് വരുന്നില്ല, അതുകൊണ്ട് അതിലൊരു ദുഃഖമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് വായിക്കുന്ന സജഷൻ ഉണ്ട്. എല്ലാരും വായിക്കാം ബ്രോ. പ്രഭു, ഒരു സജഷൻ. ഭാഗവത റീഡിങ്ങിൽ ഞാൻ ഉണ്ട്, ഞങ്ങളുടെ ഭക്തി വൈഭവിന്റെ ഭാഗം. പക്ഷെ അതിലെങ്ങനെയാ വെച്ചാൽ എല്ലാവരും വായിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത്, നമ്മൾക്ക് ഒരു ശ്ലോകം ഓരോരുത്തരും മാറി മാറി എല്ലാവരും ഇതിലുള്ള പുസ്തകം ഇല്ലാത്തവരെ നമുക്ക് എക്സ്ക്യൂസ് കൊടുക്കാം. ബാക്കിയുള്ളവരെ അത് വായിക്കുകയാണെങ്കിൽ ആയിരിക്കും ഒരു ഇൻവോൾവ്മെന്റ് കൂടും. ഇതുപോലെ കറക്ഷൻസ് കണ്ടുപിടിക്കും, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും. അപ്പൊ കുറച്ചും കൂടി ഡിസ്കഷനും ഫ്രൂട്ട്ഫുൾ ആകും എന്നുള്ളതാണ് തോന്നണത്. പ്രഭു പറഞ്ഞതിനെ ഇതുകൊണ്ട് തന്നെയാ പറയുന്നത്. എല്ലാവരും ഒരു സീക്വൻസിൽ വായിച്ചു പോരുകയാണെങ്കിൽ, അപ്പൊ ഒരാൾ കഴിഞ്ഞ അടുത്ത ആളെന്നുള്ളതിൽ ഓർഡർ വേണമെങ്കിൽ ഞാൻ സെറ്റ് ചെയ്യാം. നല്ല സജഷൻ പ്രഭു. നമ്മളവിടെ എങ്ങനെയാന്ന് വെച്ചാല് നമ്മളൊരു എക്സൽ വെച്ചിട്ട് അതിനകത്തൊരു ഓർഡർ സീക്വൻസ് ഇട്ടുണ്ട്. അപ്പൊ അവൈലബിൾ അല്ലെങ്കിൽ അടുത്ത ആളെന്നുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും പേരവിടെ. അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ വേണമെന്നില്ല, വേണമെങ്കിൽ. കാരണം ടൈം അടുത്ത ആൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് പോകരുത്. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, കുറച്ചും കൂടി നന്നായിരിക്കും. അടുത്തത് വായിക്കുക പ്രഭു. ഈ മായപ്പൂരിലെ നിമായി വൃക്ഷത്തിന്റെ അതിന്റെ പ്രത്യേകത അല്ലാതെ ഇതാണെന്നല്ല, പക്ഷെ അതിനെപ്പറ്റി എന്തെങ്കിലും ഇപ്പം ചൈതന്യ മഹാപ്രഭു ജനിച്ച സ്ഥലത്തെ കാര്യങ്ങളെ പറ്റി? യോഗപീഠം എന്നല്ലേ പറയാ സ്ഥലം? അതെ.
യോഗപീഠം. യോഗപീഠം എന്ന് പറഞ്ഞാൽ, പീഠം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനം, ഒരു പ്രത്യേക ആ, സ്ഥാനത്തെ ഉദ്ദേശിക്കുകയാണ് പീഠം എന്ന് പറഞ്ഞാൽ. ശങ്കരാചാര്യര് സർവജ്ഞ പീഠം എന്നൊരു സ്ഥലം കാശ്മീരിലുണ്ട്, ശ്രീനഗറിലുണ്ട്. അതുപോലെ ചില സ്ഥലങ്ങൾ പീഠങ്ങളുണ്ട്, റൈറ്റ്? അവിടെ വളരെ വിശിഷ്ടമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും, അതുകൊണ്ട് അവിടെ പീഠം എന്ന് പറയുന്നു. ഹരേ കൃഷ്ണ പ്രഭു, ഹരേ കൃഷ്ണ. യെസ് പ്രഭു. പീഠം എന്ന് ഉദ്ദേശിക്കുന്നത് ഇരിപ്പിടം എന്നാണ് അതിന്റെ അർത്ഥം. അതെ, ഇരിപ്പിടം എന്നുണ്ട്. എന്ന് വെച്ചാല് എങ്ങനെ പറയാ, അദ്ദേഹം ചെന്നിരുന്ന സ്ഥലങ്ങള്, അതാണ് ഈ പീഠം. വന്ന സ്ഥലം, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അത്ഭുതകരമായിട്ടുള്ള സംഭവിച്ചിട്ടുണ്ടാവണം, റൈറ്റ്? സോ എന്തായാലും യോഗപീഠം എന്നാണ് സ്ഥലത്തിന് പേര്. അതിന് കാര്യം, യോഗ എന്നുള്ള വാക്ക് അവിടെ വരാൻ കാരണം, അതായത് ആധ്യാത്മിക ലോകവും ഭൗതിക ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്ന, ബന്ധപ്പെടുന്ന സ്ഥലമാണ് യോഗപീഠം. ചൈതന്യ മഹാപ്രഭു ശ്രീകൃഷ്ണ ഭഗവാനാണ്, ഗോലോക വൃന്ദാവനത്തിലാണ്. അപ്പൊ ആ ഗോലോക വൃന്ദാവനം ഭൗതിക ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്ന, ടച്ച് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ നമുക്കൊരു എങ്ങനെ പറയാം, ഒരു പാസ് ഉണ്ടാവും, കണക്റ്റിംഗ് പോയിന്റ് ഉണ്ടാവും, റൈറ്റ്? ഇപ്പോ എങ്ങനെ പറയുക, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പോവുകയാണെങ്കിൽ, ശരിയായ ഉദാഹരണമാണോ എന്നറിയില്ല, എന്നാലും പറയുകയാണ്, മറ്റേ വാഗ ബോർഡർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ബോർഡർ വഴി നമുക്ക്, അമൃത്സർ വഴി നമുക്ക് ആ വിസയും കാര്യങ്ങളുണ്ടെങ്കിൽ ക്രോസ് ചെയ്ത് പോവാം. അതുപോലെ ആധ്യാത്മിക ലോകവും ഭൗതിക ലോകവുമായിട്ട് കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ യോഗപീഠം എന്ന് പറയും. സോ അവിടെ ചൈതന്യ മഹാപ്രഭു അവതരിച്ചു. അവിടെ ഇപ്പോഴും ആ നീം വൃക്ഷമുണ്ട്, അല്ലെങ്കിൽ ആ വൃക്ഷത്തിന്റെ പല തലമുറകൾ കഴിഞ്ഞിട്ടുള്ള ഒരു മരം ഇപ്പോഴും നിൽക്കുന്നുണ്ട്, യോഗപീഠ്. അടുത്ത് വായിക്കാം. ഹരേ കൃഷ്ണ പ്രഭു, ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ പ്രഭു. അടുത്തത് 118 അതെ. ശ്ലോകം 118. പുത്രമാതാ സ്നാനാദീനെ ദില വസ്ത്ര വിഭൂഷണ പുത്ര സഹ മിശ്രേരെ സമാനി സജി മിശ്രേര പൂജാലന മനെ ദേ ഘരി ശഹന करे आइला सीधा ठाकुरानी. വിവർത്തനം. മാതാവും പുത്രനും സ്നാനം ചെയ്യുകയും പ്രസവഗ്രഹം വിടുകയും ചെയ്ത ദിവസം സീതാ ഠാക്കൂർ റാണി അവർക്ക് എല്ലാവിധ വസ്ത്രങ്ങളും ആഭരണങ്ങളും നൽകുകയും ജഗന്നാഥ മിശ്രനെ ആദരിക്കുകയും ചെയ്തു. അപ്പോൾ സജി മാതാവിനാലും ജഗന്നാഥ മിശ്രയാലും ആദരിക്കപ്പെട്ട സീതാ ഠാക്കൂർ റാണിയുടെ മനസ്സ് സന്തുഷ്ടമാവുകയും അവർ സ്വഭവനത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. ഭാവാർത്ഥം ശ്രീല പ്രഭുപാദ്. ഒരു കുട്ടി ജനിച്ചതിന്റെ 5-ാം ദിവസവും 9-ാം ദിവസവും മാതാവ് ഗംഗയിലോ മറ്റേതെങ്കിലും വിശുദ്ധ സ്ഥലത്തോ സ്നാനം ചെയ്യണം. ഇതിനെ നിഷ്ക്രാമണം അഥവാ പ്രസവഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചടങ്ങെന്ന് വിളിക്കുന്നു. ഇക്കാലത്ത് പ്രസവഗ്രഹം ഒരാശുപത്രിയാണ്. പക്ഷേ പണ്ട് എല്ലാ അഭിജാത കുടുംബങ്ങളിലും കുട്ടികൾക്ക് ജന്മം നൽകുന്നതിന് ഭവനത്തോട് ചേർന്ന് ഒരു പ്രത്യേക മുറി ഉണ്ടായിരുന്നു. കുട്ടി ജനിച്ചതിന്റെ 9-ാം ദിവസം നിഷ്ക്രാമണ ചടങ്ങിനായി മാതാവ് ഭവനത്തിലെ മറ്റ് മുറികളിലേക്ക് വരുന്നു. 10 പരിശുദ്ധീകരണ പ്രക്രിയകളിൽ ഒന്നാണ് നിഷ്ക്രാമണം. മുമ്പ് പ്രത്യേകിച്ചും ബംഗാളിൽ ഉയർന്ന ജാതിക്കാർ കുട്ടിയുടെ ജനനത്തിന് ശേഷം 4 മാസം തീട്ട് ആചരിച്ചിരുന്നു. 4-ാം മാസത്തിന്റെ അവസാനം മാതാവിന് സൂര്യോദയം കാണാം. പിൽക്കാലത്ത് ഉയർന്ന ജാതിക്കാർ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ഈ വിലക്ക് 21 ദിവസമാക്കി ചുരുക്കി. ശൂദ്രർക്ക് 30 ദിവസവും സമൂഹത്തിലെ കർത്താപാച
സതീമ വിവാഹങ്ങൾക്ക് വിലക്ക് കഴിഞ്ഞാലുടൻ സങ്കീർത്തനത്തിൽ ഹരിനൂടമെന്ന മധുരദ്രവ്യങ്ങളുടെ ചെറിയ കഷ്ണങ്ങൾ എറിയുന്നതോടെ കുട്ടിയുടെ മാതാവ് പരിശുദ്ധീകരിക്കപ്പെടും. സജീദേവിയും ജഗന്നാഥ മിശ്രയും സീത ഠാക്കൂറാണിയാൽ നവജാത ശിശുവിനൊപ്പം ആദരിക്കപ്പെട്ടു. അതുപോലെ സീത ഠാക്കൂറാണി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ സജീദേവിയും ജഗന്നാഥ മിശ്രയും അവരെ ആദരിച്ചു. ബംഗാളിലെ അവിജാത കുടുംബങ്ങളുടെ സമ്പ്രദായം അതാണ്. തുടർന്ന് ഹരേ വേറെ കൃഷ്ണ. ആരെങ്കിലും വായിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, അതായത് സ്നേഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ബഹുമാനമാണ്. റെസ്പെക്ട് ഇസ് ദി ഫൗണ്ടേഷൻ ഓഫ് ലവ്. സോ ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആദരവും ബഹുമാനവും കൊടുക്കുന്നത് അത് കൾച്ചർ, ആ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായിട്ട് നിൽക്കുന്നു. നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അനുഷ്ഠിക്കണം. കറക്റ്റ് റെസ്പെക്റ്റ് കൊടുക്കലും ആദരവ് കൊടുക്കലും ചടങ്ങും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും നമുക്കറിയാം. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ വരുമ്പോൾ പൊന്നാട അണിയിക്കുക. എന്തിനാ ഇപ്പോൾ പൊന്നാട അണിയിക്കണ്ടേ? അല്ലേ? അത് ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. ആ പൊന്നാട ആരും ഉപയോഗിക്കാനും പോകുന്നില്ല പലപ്പോഴും. പക്ഷെ എന്നാലും ഈ ചടങ്ങുകൾ പാലിക്കുക തന്നെ വേണം. ആ ബഹുമാനവും ആദരവും ഉള്ളപ്പോഴാണ് സമൂഹത്തിൽ ഇതൊക്കെ ഒരു എന്താണ് നിലനിൽക്കുന്നത്. തുടർന്ന് വായിക്കുന്നു അതോ ഇന്നത്തെ ടൈം? ആരെങ്കിലും ഒരു ശ്ലോകം കൂടെ വായിക്കാമല്ലോ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. ശ്ലോകം 119. ശ്രീല പ്രഭുവാദിക്ക് ഐച്ഛ ശചി ജഗന്നാഥ പുത്രപാന ലക്ഷ്മീനാഥ പൂർണ്ണഹയില സകല വാഞ്ചീത ധന ധനി ഭരേ ഖര ലോകമാന്യ കളവര ദിനേ ദിനേ ഹയ ആനന്ദീത. വിവർത്തനം. ശ്രീല പ്രഭുവാദിക്ക് ജയ്. ഇപ്രകാരം സാക്ഷാൽ ലക്ഷ്മീനാഥനെ പുത്രനായി ലഭിച്ച ശചീദേവിയുടെയും ജഗന്നാഥ മിശ്രയുടെയും സർവാഭിലാഷങ്ങളും സഫലീകരിക്കപ്പെട്ടു. അവരുടെ ഭവനം എല്ലായ്പ്പോഴും ധനം കൊണ്ടും ധാന്യങ്ങൾ കൊണ്ടും നിറഞ്ഞു. ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രിയങ്കരമായ ശരീരം കണ്ട അവരുടെ സന്തോഷം അനുദിനം വർദ്ധിച്ചു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭു പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനാണ്. അതിനാൽ എല്ലാവരും അവിടുന്ന് ആദരങ്ങൾ അർപ്പിച്ചു. ഭഗവാനെ ആദരങ്ങൾ അർപ്പിക്കാൻ സ്വർഗവാസികൾ പോലും സാധാരണ മനുഷ്യരുടെ വേഷത്തിൽ പതിവായി വരുമായിരുന്നു. തങ്ങളുടെ പുത്രൻ ആദരിക്കപ്പെടുന്നത് കണ്ട് ജഗന്നാഥ മിശ്രയും ശചീദേവിയും സന്തുഷ്ട ഹൃദയരായി. ഹരേ കൃഷ്ണ. അടുത്ത് വായിക്കണോ പ്രഭു? അടുത്ത ദിവസം ആവാമല്ലോ. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇനി തിങ്കളാഴ്ച. വാഞ്ചാകൽപതരൂപശ്ച കൃപാസിദ്ധോപ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. नंदा कोടി वैष्णव भक्त वृंद की जय, प्रभात की जय, गुरुदेव की जय, नितागोर പ്രേമാനന്ദേ. ഹരി ഹരി ഓം. ഒന്നും ഡിസ്കഷൻ ഉണ്ടായിരുന്നില്ലല്ലോ അല്ലെ? ആരെങ്കിലും എന്തെങ്കിലും പറയാനിരുന്നിരുന്നു? ഞാൻ പെട്ടെന്ന് കയറി വാഞ്ച പറഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം തുടങ്ങാം. അടുത്ത ദിവസം വായിക്കാത്തവര് വായിക്കുക. അതൊരു നമുക്ക് ഇതിന്റെ സീക്വൻസിൽ വായിക്കാം. ഇവിടെ വരുമല്ലോ പാർട്ടിസിപ്പൻസ് ലിസ്റ്റ് ഇല്ലേ? ഓക്കെ ഓക്കെ.